നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമയിൽ പുതിയൊരു പാന്താവ് വെട്ടിത്തെളിച്ച, പ്രിയങ്കരമായ ഒരുപാട് സിനിമകളെ മലയാളിക്ക് സമ്മാനിച്ച, ഇന്നും മലയാളി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിച്ച മറ്റാരുമല്ല, സംവിധായകൻ സിദ്ദിഖിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. സിദ്ദിഖേ, നമുക്ക് തുടങ്ങിയാലോ? അതല്ലേ, എനിക്ക് സിദ്ദിഖിനെ കാണുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ തന്നെ വലിയ വിഷമം. എന്താ കാരണം അറിയാം, പൊതുവെ ഇങ്ങനെയാ സിദ്ദിഖിരിക്കുക, ഒരു ബാക്കിലേക്ക് ഒരു വലിവാണ്. ഒരു സിനിമയിലെ മുൻനിര സംവിധായകൻ ഇങ്ങനെ ബാക്കിലേക്ക് ഉൾവലിയ എന്ന് പറഞ്ഞ ആർക്കും സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ സിദ്ദിഖ് അങ്ങനെയാണ്. അത് ജന്മം കൊണ്ട് ഞാൻ അങ്ങനെയാണ്. എപ്പോഴും പുറകിലേക്ക് ഇങ്ങനെ വലിയുന്നൊരു സ്വഭാവം എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ്. അത് കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെ ആയിരിക്കാം ആ കാലഘട്ടത്തിൽ. ഞാനിതിനൊന്നും പറ്റിയ ആളല്ല എന്നുള്ള ഒരു തോന്നലാണ് ഈ ഉൾവലിയ. അത് ഒരു തന്ത്രമാണ് ചില ആൾക്കാർ പറയുന്നുണ്ട്. സിദ്ദിഖിൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് അവൻ്റെ ഈ ഉൾവലിയിലും വിനയവും. എന്താ കാരണം, സിദ്ദിഖിനോട് നമുക്ക് ഒന്നും പറയാൻ തോന്നില്ല. ഓരോരുത്തർ അവരുടേതായ ആംഗിളിൽ കാണുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. ചിലപ്പോൾ അതാണ് സിദ്ദിഖ്. എന്നിട്ടും സിദ്ദിഖ് പ്രകോപിതനാകുന്നില്ല. സിദ്ദിഖ് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ അങ്ങനെയൊന്നും അല്ല, ഞാൻ വെറുതെ ഉണ്ടാക്കി എൻ്റെ കൈ നിട്ട് പറഞ്ഞാണ്. നിങ്ങളൊക്കെ കൈ നിട്ട് നടത്തുന്ന ആൾക്കാരാണല്ലോ അത്. പക്ഷെ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രത്തോളം ഹിറ്റുകൾ നൽകിയിട്ടും സ്വഭാവത്തിൽ യാതൊരു ഹിറ്റ് സ്വഭാവവും കാണിക്കാത്ത ഒരാളാണ്. ആരെയും സിദ്ദിഖ് ഇടിക്കാറില്ല. സിദ്ദിഖ് വേണം 2 ഇടി മേടിക്കും. ഇത് പാരമ്പര്യമായി കിട്ടിയതാ. ഒരു വഴക്കിന് പോകുന്ന ഒരു പാരമ്പര്യം ഞങ്ങളുടെ ആർക്കുമില്ല. നമ്മുടെ വാപ്പയുടെയൊക്കെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ നന്നായി തമാശ പറയുന്നയാളാണ്. അപ്പം തമാശ കൊണ്ട് തന്നെ കാര്യങ്ങളെ പുള്ളി ഫേസ് ചെയ്യുന്ന ആളാണ്. ശത്രുവിനെ പോലും ചീത്ത പറയുന്നവർ പോലും പുള്ളിയോട് 2 വാക്ക് സംസാരിച്ച് 3ാമത്തെ ഡയലോഗിന് അവർ ചിരിച്ചു പോകും. അപ്പോൾ അവരുടെ ദേഷ്യം അങ്ങനെ പോകുന്ന ആ ഒരു രീതിയാണ് വാപ്പയുടെ. അത് കണ്ട് ശീലിച്ചാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഇതൊക്കെ രക്തത്തിൽ വന്ന് ചേർന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മളുടെ ആ പുല്ലേപ്പടി പരിസരത്തുള്ള ഞങ്ങളുടെ കുറേ കൂട്ടുകാരും ഉണ്ട്. ഏതാണ്ട് ലാൽ അടക്കമുള്ള ഞങ്ങളൊക്കെ ഏതാണ്ട് ഈ സ്വഭാവക്കാരാണ്. വഴക്ക് ഞങ്ങൾക്കിടയിൽ. ലാല് കുറച്ചും കൂടി ഒരു റഫീനായിട്ടൊക്കെ നിൽക്കില്ലേ? ലാലിനെ കാണുമ്പോഴാണ് അങ്ങനെ. ലാല് ബേസിക്കലി പാവമാണ്. സിദ്ദിഖിനെക്കാളും പാവമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള എന്നെക്കാളും പാവോടുന്നതാണ്. കണ്ണൊക്കെ അറിയില്ല. ലാലാണ് പെട്ടെന്ന് കരയുക. സങ്കടം വന്നാൽ വളരെ. ലാൽ ഇവിടെ ഇരുന്ന് ഒരു കരഞ്ഞോ? അതിനുശേഷം ലാലിലെ കച്ചവടക്കാരൻ ഉണർന്നു. എന്റെ കരച്ചിലെ വിട്ടിട്ട് കാശാക്കുക നിങ്ങളല്ലേ. അപ്പം മൂപ്പരുടെ ഉള്ളിൽ മറ്റേത് വർക്കൗട്ട് ചെയ്തു. എന്തിലും ഒരു കച്ചവടക്കാരുണ്ടല്ലോ അല്ലേ ലാലിന്? അങ്ങനെ പറയാൻ പറ്റില്ല. ലാൽ കുറേ കൂടി അഗ്രസീവാണ് എന്നെക്കാളും. കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ലാലിന് കുറേ കൂടി. ഞാൻ എപ്പോഴും എല്ലാത്തിലെയും നെഗറ്റീവ് കാണാനാണ് ശ്രമിക്കുക. അവിടെ ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇവിടെ ഇങ്ങനെ കുഴപ്പമുണ്ട്. ലാൽ എപ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് നമ്മൾ അതിലേക്ക് എത്തില്ലേ എന്നുള്ളത് 2ാമത്തെ കാര്യം. പക്ഷെ ലാൽ അതിനു വേണ്ടി ഇടിച്ചു നിൽക്കും. സിദ്ദിഖിനെ നമ്മൾ അടുത്തിടപെട്ടത് എനിക്കൊന്ന് ഒരു 10 പതിറ്റാണ്ട് മുമ്പ് നമ്മളൊരു ഇവൻ്റ് സംയുക്തമായി നടത്തിയപ്പോഴാണ് ഞാൻ സിദ്ദിഖിൻ്റെ ഒരു ക്യാരക്ടർ കണ്ടത്. അപ്പോൾ എനിക്ക് പല ആവശ്യങ്ങളും സിദ്ദിഖിൽ നിന്ന് നിറവേറ്റാനുണ്ടെങ്കിൽ പോലും സിദ്ദിഖിനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ നിഷ്ഫലനായി പോകും, ഞാൻ നിരായുധനായി പോകും. എനിക്കൊന്നും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഡൽഹി ഷോ 2004 ഷോ. അപ്പോൾ എനിക്ക് ഇന്ന ആവശ്യങ്ങൾക്കുണ്ട്, സിദ്ദിഖ് ഇങ്ങനെയും കൂടി വേണം, കണ്ടന്റ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടി ഒന്ന് ഫോണൊക്കെ എടുത്തുനിന്ന് വീറും വാശിയെടുത്ത് വിളിക്കുമ്പോഴേക്കും സിദ്ദിഖിന് വളരെ അതോടെ ഞാൻ തളർന്നു. പിന്നെ എന്താ പറയാ സിദ്ദിഖിൻ്റെ അടുത്ത്? അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പോൾ എന്നൊരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നതും എനിക്ക് അങ്ങോട്ട് ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് പെരുമാറുന്നത്. അതെൻ്റെ ഒരു ഇതാണ് സിദ്ദിഖ് നമ്മുടെയൊക്കെ തലമുറയുടെ ഒരു ജീവിതം. പക്ഷേ നമ്മളൊക്കെ ഒരേ തലമുറയിലൂടെ വന്ന തലമുറയുടെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത വഴിത്താരയിലൂടെയാണ് നമ്മുടെ ജീവിതം സഞ്ചരിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ അവരുടെ ലൈഫ് കോറിയോഗ്രാഫി ഇരിക്കുകയാണ്. അതെ, ഡിസൈൻഡാണ്. നമ്മുടെ ഒന്നും അടച്ചോന് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു ലൈഫാണ്. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സിദ്ദിഖ് ഒരു ചെരുപ്പ് കച്ചവടക്കാരനോ തുണി കച്ചവടക്കാരനോ മാറണമായിരുന്നു. തീർച്ചയായിട്ടും. അതെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് കച്ചവടക്കാരാണ്. കുറേ പേര് ചെരുപ്പ് കച്ചവടക്കാരുണ്ട്, കുറേ പേര്. എൻ്റെ വാപ്പയൊക്കെ തുണി കച്ചവടമായിരുന്നു, എൻ്റെ അനിയനൊക്കെ ചെരുപ്പ് കച്ചവടമായിരുന്നു. അപ്പോൾ അങ്ങനെ
അതിലേതെങ്കിലും ഒന്നിൽ ഉറക്കുമായിരുന്നു. സിദ്ദിഖ് ഈ സ്വഭാവം വെച്ച് കച്ചവടത്തിന് ഇറങ്ങിയിരുന്ന എന്തായിരുന്നു സിറ്റുവേഷൻ? തുടങ്ങിയതിൻ്റെ 2-ാം ദിവസം പൂട്ടിയിരിക്കും. 8 കെട്ടിപ്പൊട്ടുക എന്നൊക്കെ പറയും. അതെ, അതായിരിക്കും സംഭവിക്കും. യാതൊരു സംശയമില്ല. ഞാൻ കച്ചവടം ചെയ്താൽ സക്സസ് ആവില്ല. വാപ്പയ്ക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു ഇവനെ കൊണ്ട് കച്ചവടത്തിന് കൊള്ളത്തില്ല. വാപ്പയും നല്ല കച്ചവടക്കാരനല്ലായിരുന്നു. വാപ്പയും കച്ചവടം ചെയ്ത് പൊട്ടിപ്പോയ ആളാണ്. ശരി. കുടുംബപരമായി പൊട്ടൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്.